ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇന്നതാ നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കാവന്നൂരാണ് കല്യാണം. ബേബിനെയും കൊണ്ടാട്ടോ കല്യാണത്തിന് പോണ്. ബേബിനെ കൊണ്ടോ? ബേബി ഉപ്പായി ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ബേബിക്ക് ഉപ്പായി ഒന്നുമില്ല. അതാ ഉപ്പായി ഇടാത്ത ബേബി ചിന്ന താത്തിണ്ടല്ലേ. ഹായ് പറഞ്ഞ ചിന്നതാത്തി ഹായ് പറഞ്ഞ. ഞങ്ങള് ട്രെയിൻ അടവിൽ പെട്ടിരുന്നു ഇരിക്കാണല്ലേ. ട്രെയിൻ അടവാണ്, ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പയ്യെ പോവാണ്. ഓപ്പൺ ആക്കിക്കണം ഗേറ്റ് അല്ലേ. അപ്പം നമ്മൾ നേരെ പോയത് റിയമോളും ഫിറും ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മക്കൾക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമ്മളെ ചിന്നു വിരുന്നൊക്കെ കഴിഞ്ഞ് പത്തപ്പിരിയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ ഇതാ കല്യാണ വീട്ടിൽ ബിരിയാണി കഴിക്കുകയാണ്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്യുന്നു കേട്ടോ. ബേബി ഇതാ കല്യാണ വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ച്. ചോറുണ്ടോ? ചിക്കൻ കഴിച്ചോ? എങ്ങനെയുണ്ട് ചിക്കൻ മാമു? സൂപ്പറാ. സിനാൻ ആൻഡ് ഹസ്ല വെള്ളക്കുപ്പിയും അതാ ചെക്കൻ്റെ പണിൻ്റെ പേരൊക്കെ ഉണ്ട്. എന്ത് കുറേ മാമുന്നോ? ബേബി ബാബാൻ്റെ ഒപ്പാട്ട മാമുന്ന്. എന്ത് എറുമ്പോ? എറുമ്പിൻ്റെ കൂട്ടത്തിലാണ് പോയി നിൽക്കണം. അയ്യോ ബാബ അറ്റല്ലേ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത കടയിൽ നിന്ന് ഇതാ ലൈം സോഡ കുടിക്കണം കേട്ടോ മക്കള്. അവർക്ക് സോഡ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ലൈം സോഡ വാങ്ങിച്ച് അവരെല്ലാവരും കൂടി കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞതാ മക്കൾക്ക് ബുക്കും ബാഗൊക്കെ വാങ്ങാൻ ഇറങ്ങിക്കട്ടോ മഞ്ചേരി. അങ്ങനെ ഞങ്ങൾ നേരെ ഇന്ത്യൻ മാളിലെത്തിട്ടോ. ബേബി ഇതാ പോണ്. എന്തിന് ഫ്രാൻസിലാണ് അറിയില്ലേ. ബേബി ഇതാ പോണേ. ഹായ് ഫ്രണ്ട് കഴിക്കാം. ബേബിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എസ്കലേറ്റർ മകനാ. ഹായ് ഫ്രണ്ടിക്കൊക്കെ ഫ്രണ്ടിക്ക് ബേബി ഇതാ വണ്ടിയിൽ പോകാണ്. വണ്ടിയിൽ പോക. എൻ്റെ ബേബി എല്ലാത്തിലും കയറുന്നുണ്ട്. എല്ലാ വണ്ടിയിലും എൻ്റെ ബേബി കയറുന്നുണ്ട്. വലിയ രണ്ടാളും പോകാണ്. നിങ്ങൾ എങ്ങോട്ടാ പോണേ? അമ്മായിൻ്റെ വീട്ടിൽ പോക. അമ്മായിൻ്റെ വീട്ടിൽ ട്രെയിനിലല്ലേ പോലെ. ഇത് ട്രെയിനാ? അത് ശരി. ഞാൻ ട്രെയിനാ കണ്ടിട്ടില്ലേ. ഓക്കെ ഓക്കെ. ബേബി ഇതാ
അങ്ങനെ നമ്മളെ ബേബിയും റേദിയും കൂടി ഇതാ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാറ്? അപ്പം നമ്മളെ ഡ്രൈവർമാർക്ക് ടൈം കഴിഞ്ഞു ഇറങ്ങിയിരുന്നു. ബേബി എന്നൊക്കെ ബേബി പോകാണ്. അയ്മ ചവിട്ടിയിരുന്ന കൈ ഓടിച്ചു എന്താ ചെറുത വണ്ടി ഓട്ടാൻ പോവുകയാണ്. ചെറുത പറപ്പിച്ച് വിടാനിട്ടോ. എന്താ എന്താ മീൻ പിടിക്കുക? അതെണ്ണിന്റെ എടുക്കാം. അപ്പോൾ അങ്ങനെ ബേബിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബേബിക്ക് ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് വന്നു. ജ്യൂസും വേണോ? ജ്യൂസും വേണം. അപ്പം
മൗസിയിലെത്തി. പുതിയ മൗസി ഓപ്പൺ ആയിക്കണം. അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ 4 ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. നട്ട്സ്, സ്ട്രോബെറി, മാംഗോ, പിന്നെ ഒരു ഫ്രൂട്ടിൻ്റെയാണ് കേട്ടോ. അവിടുന്ന് നേരെ പോയത് പിന്നെ ശോഭികയിലാണ്. ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ ജാംജൂമിലേക്ക് പോകണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. കോട്ടൊക്കെ പോയി മിജു എന്താണ് പോയി ഞാനും എന്റെ അപ്പച്ചിയും എന്റെ അപ്പച്ചിന്റെ മൂത്താപ്പ എളാപ്പ പോയി പിടിച്ചു കൊണ്ടുവന്ന മീനാണ്. ഞങ്ങള് ഫ്രഷില് സെറ്റ് ആക്കാണ്. ജീവനുള്ള നല്ല പെട്ടക്കണ മീനെ കിടക്കണ പെട്ടക്കണ മീനിനെ ക്യാഷിന് പെട്ടക്കണ മീനിനെ പോയി ഒരു ഉറുപ്പ്യന്റെ മുടക്കില്ലാതെ പെട്ടക്കണ മീനിനെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഫാത്തീസ് ലൈഫ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടക്കണ മീനുകളൊക്കെ അങ്ങനെ കാണാം. അപ്പൊ ഇത് നമുക്ക് കൊണ്ടിട്ട് ഞങ്ങൾക്ക് 4 അങ്ങോട്ട് തന്നാണ്. ഞങ്ങൾ കൊണ്ടിട്ട് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവര് 15,000 ഉറുപ്പ്യാണ് തന്നിന്. ഓഫർ ചെയ്തിന് തന്നിട്ടില്ല. ചെക്കാണ് തന്നിന്. അപ്പം വിശേഷങ്ങൾ അടുത്ത പ്രാവശ്യം കാണാം. ബൈ. മേമോളും പോയിന്നു കേട്ടോ പിടിക്കാന്. മേമോള് പിടിച്ചിരുന്നു. മേമോള് പോയിട്ടില്ല. പിടക്കണേ പിടക്കണ പേടില്ലേ? എനിക്ക് പേടില്ല. എനിക്ക് പേടില്ല മീനെ പിടിക്കാന്. ചെറുപ്പം മുതൽ എന്റെ ബാപ്പാന്റെ മടി ഇരുന്നാണ്. ബാപ്പാനെ പഠിക്കുന്ന എന്റെ ഡ്രസ് ബാപ്പാനെ മടിയിലിരുന്ന് 1ാമത്തെ വയസ്സിൽ ബാപ്പാനെ മടിയിലിരുന്ന് മീൻ പിടുത്തം പഠിച്ചതാണ്. 5 വളവില് ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന മീനിനെ നമ്മളെ ടാഗിടാണ്. ഏറ്റവും ചെറുതിനാട്ടോ തോന്നുന്നു. നമ്മളെ ടാഗിട്ട് 3 ചെറുതാണ് സിലോപ്പി. ഏറ്റവും ചെറുത് അതിനകത്ത് പിടിക്ക് അരിപ്പിലൊന്നും പോരൂലല്ലോ. ഒറ്റപ്പിടുത്തം പിടിക്കണം. തലന്റെ അവിടാണ് പിടിക്കുന്നത്. തലമ്മലല്ല അങ്ങനെ നമ്മൾ നേരെ വല്ലപ്പോഴ വീട്ടിൽ പോയിട്ട് നല്ല ഫ്രഷ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ മുനി കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നു ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കട്ട് ചെയ്തപ്പം ഗ്രില്ല് ചെയ്യാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചപ്പാത്തിയും കൂടി സെറ്റാക്കി ഇതുപോലെ കറി വെച്ചു. അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഒക്കെ ഇതൊക്കെ കേട്ടോ മീൻ കറി ചപ്പാത്തി ഗസ്റ്റ് ഉണ്ട്. എടാ ഇയാളെ ഹായ്. അപ്പോൾ ഇവിടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോ.